ചേച്ചി ഷർട്ടോടെ വെച്ചിരിക്കുന്നു. അലക്കാൻ കൊടുത്തിരിക്കുക. ആ പെണ്ണ് ഏതാണെന്നറിയോ? നമ്മുടെ ശേഷത്തിൽപ്പെട്ടതാ. അമ്മ എപ്പോഴും പറയും അപ്പൂനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണമെന്ന്. ചേച്ചി എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താ? വേണ്ടാന്ന്. എനിക്കൊന്നും അറിയണമല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാ നാട്ടാചാരം പോലെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അവന്റെ കടമയാ. അല്ലെങ്കിൽ എന്റെ നില നിനക്ക് അറിയാലോ. അതുപോലെ ആകരുത്. ഇതിലിത്ര ആലോചിക്കൊന്നും വേണ്ട. നീ വേഗം ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാ വേണ്ടത്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിഞ്ഞൂടാ. ഇത്രയ്ക്കായ സ്ഥിതിക്ക് ചേച്ചി കാര്യം അറിയാതെ പറയാ. അവള് തന്ത അവളെ വേറൊരുത്തിന് കെട്ടിക്കൊടുക്കാൻ തീർച്ചയാക്കിയതാ. എങ്ങനെ വെച്ച് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരിക? ഇനി ഞാൻ എന്ത് പറയാനാ? നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നോക്ക്, നീ ഇങ്ങനെ നശിച്ചു പോരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണം. ഒരു വാക്ക് പറ. ഈ വീട് വിറ്റിട്ടെങ്കിലും നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ വിധി. എന്താ വേണ്ടേ? ഞാൻ പോയാലും അപ്പു എവിടെയാണെന്ന് അന്വേഷിച്ച് ഇവളുടെ കല്യാണം തീർച്ചപ്പെടുത്തി എനിക്ക് എഴുതണം. ആ തീപ്പെട്ടി കണ്ടു. ഇനി എന്നെ കൊണ്ട് ആരെയും നോക്കാൻ പറ്റില്ല. പോയി ജീവിക്കാൻ പഠിക്കും. കഷ്ടപ്പെട്ട് ഒരു വലിയ മനുഷ്യനാണ്. എന്നെങ്കിലും ഈ നാട്ടിൽ തിരിച്ചു വന്നാൽ എന്നെ അന്വേഷിക്കാൻ നീ മറക്കരുത്. വെച്ചു വയ്ക്കൂ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതെന്താ? രാത്രി വണ്ടിയിൽ കഴിക്കാനാ. ഞാൻ പോയത് അയച്ചു തരാം. പണം കിട്ടിയാലേ ആ തോമയ്ക്ക് 20 രൂപ കൊടുത്തേക്ക്. കൊട്ടേ. യേശവനല്ലേ? എന്നെ കണ്ട അറിയില്ലല്ലേ? അറിയും. പക്ഷേ സ്വന്തം മക്കളോട് പോലും സ്നേഹമില്ലാത്തവരെ കണ്ടാൽ അറിയാതിരിക്കുകയാണ് നല്ലത്. എനിക്കെതിരായി നടന്നാൽ ഒരു പുല്ലിനെ ഞാൻ വഹിക്കില്ല. ഞാൻ ഒറ്റയ്ക്കായാലും നിങ്ങളുടെ ആരുടെ അടുത്ത് വന്നില്ലല്ലോ. ഒരു പട്ടി ചത്താ തൂക്കാൻ ആരെങ്കിലും രണ്ടുപേര് കാണും. താൻ ചത്താൽ ചീഞ്ഞ നാറുകൾ. ഒരു 10 പൈസ തരോ? ഒരു 10 പൈസ തരോ? നീ തന്നെ നിന്റെ സമ്മതിക്കാൻ തുടങ്ങിയ? എന്റെ അമ്മ വര. അമ്മ ചത്തു. എപ്പോ വന്നോ? വരുന്ന വഴിയാ. നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചു. പിന്നെ എന്താ ഈ കേസും കൂട്ടമൊക്കെ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല.
പിന്നെ പോലീസുകാരെന്തെങ്കിലും ചോദിച്ചെങ്കിലോ എന്ന് പേടികൊണ്ടാ ഞാൻ അപ്പനോട് വരാൻ പറഞ്ഞ് എഴുതിയത്. ഇപ്പൊ എനിക്ക് സമാധാനായി, സ്വൈര്യമായി ജീവിക്കാലോ. ഭർത്താവ് ഒന്ന് പേര് പറഞ്ഞ് നടക്കുകയല്ലാതെ എന്തൊരു പ്രയോജനം ഉണ്ടായിരുന്നേ? എന്നും കുടിച്ച് ബഹളം വെക്കുകയല്ലേ. അപ്പു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമായിരുന്നു. ആ, അപ്പു വരുന്നുണ്ടല്ലോ. ആ, എപ്പോ വന്നു? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നമ്മുടെ ജാനു ഇപ്പൊ അവളുടെ ചേച്ചിയുടെ വീട്ടില. ആ തന്ത അവളെ തല്ലി അയച്ചു. ചേച്ചിയുടെ വീട്ടിലോ? ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയോ? ആ, ഞാൻ അവനോട് പറഞ്ഞ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ. അവക്ക് എത്ര വേദന ഉണ്ടാവും. ഞാനും അത് തന്നെയാ പറയുന്നത്. ഞാൻ ഇന്ന് തന്നെ പോട്ടെ ചേച്ചി? ഇന്ന് തന്നെ പോയിട്ട് വാ. പോ. 3-4 ദിവസത്തിനകം മടങ്ങി വന്നേക്കണം. ഉടനെ മടങ്ങി വരാം. ജാനുവിന്റെ ചേർത്തിനെ കണ്ട് ഒരു നല്ല ദിവസം തീർച്ചയാക്കിയിട്ട് നീങ്ങു വാ. നമുക്ക് കഴിവ് കുറവാണെങ്കിലും വേണ്ടതുപോലെ ചെയ്യണം. പോയിട്ട് വരട്ടെ? വേഗം ചെല്ലേ. ജാനുവിന്റെ വീട് ഏതാ? അപ്പല്ലേ? അതെ. തോന്നി. വരൂ. ജാനു ഇല്ലേ? ഉണ്ട്. എനിക്കറിയാം. പിന്നെന്താ നീ ചെല്ലാത്തത്? എന്താ നീ ഇങ്ങനെ മോറോർപ്പിച്ചിരിക്കണ? ചെല്ലേ. ഞാനില്ലെന്ന് പറഞ്ഞു. എന്താടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ കാണില്ല. അതൊക്കെ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇങ്ങനെ നശിക്കുള്ളൂ. ഞാൻ നശിച്ചു കഴിഞ്ഞു. അവളകത്തുണ്ട്. ഒന്ന് വിളിക്കൂ. വിളിച്ചാ വരില്ല. വിളിച്ചാ വരില്ലേ? വിളിക്കൂ. എന്താ ജാനു, വിളിച്ചാ വരില്ലേ? ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എന്താ ജാനു, പറയൂ. ഞാൻ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി അവൾ അപ്പുവിന്റെ കൂടെ വരുന്നില്ല. കാരണം ഞാൻ പറയാം. ഞാൻ തിരിച്ചു വരും. അന്തോണി, അന്തോണി, എന്താ? എവിടെ അവൻ? ആര്? ആ തെണ്ടി കുഞ്ഞിരാമൻ. എന്തു പറ്റി? ഇന്ന് അവന്റെ അവസാനമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ആ പട്ടിയുടെ പിന്നാലെ ഇളിച്ചു നടക്കുന്നവരല്ല നിങ്ങളൊക്കെ. എന്റെ മോളെ നശിപ്പിച്ച നീ പിന്നെയും വന്നിരിക്കുകയാണല്ലേടാ? തന്റെ മോളെ നശിപ്പിച്ച് ഞാനല്ല, താൻ പട്ടിയെപ്പോലെ പിന്നാലെ നടക്കില്ലേ ആ കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ നിനക്കറിയോ? എനിക്കറിയില്ല. തന്നോട് അറിയിക്കാൻ ഞാനില്ല. കുറച്ചപ്പോ ദേഷ്യം വന്നിരിക്കുന്നല്ലേ? ഞാൻ എന്നാ കളിച്ചു.
എടാ അപ്പു, എന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നീ അവളെ കൊണ്ടുവയ്ക്കും. ഈ കുഞ്ഞിരാമന് വേണ്ട, നീ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിഞ്ഞു. ഈ കുഞ്ഞിരാമൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. എടാ തെണ്ടി. അയ്യോ, ആ, ആ, അയ്യോ, അയ്യോ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല. കൊന്നാൽ അവളെ അനാഥയാക്കും. ha ha ha